and it's having driven only 24,964 kilometer. നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളാണ്. ഡീസലാണ്. ഇതിൻ്റെ ഒരു ആവറേജ് മൈലേജ് ഇതിൽ കാണിക്കുന്നത് സിറ്റി ഡ്രൈവിൽ കിട്ടുന്നത് 14 കിലോമീറ്റർ ആണ്. ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ എന്നുള്ളത് പിനാക്കിൾ ജീപ്പിൻ്റെ മുട്ടൻ ഷോറൂമിലാണ്. നമുക്കറിയാം എല്ലാ മാസം 15-ാം തീയതി നമ്മളിവിടെ വീഡിയോ ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ മാസവും നമുക്ക് അത്യാവശ്യം ജീപ്പ് കോമ്പസിൻ്റെ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട്, ഒരു മെറിഡിയനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിലായതുകൊണ്ടൊരു തൊപ്പി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ആർമി വെഹിക്കിൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നുണ്ട്. കസ്റ്റമേഴ്സൊക്കെ 1-2 വാഹനങ്ങളൊക്കെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഓരോ വാഹനമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ മാസത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് വന്നത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ വാഹനം അടുത്ത് പരിചയപ്പെടാനായിട്ട് നമ്മൾ പെട്ടെന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചില വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് പ്രയാസമാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ഓരോ വാഹനമായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് തൃശ്ശൂർ രജിസ്ട്രേഷനാണ് വരുന്നത്. നല്ലൊരു ഫാൻസി നമ്പറാണ്. 2019 മോഡലാണ്. ലിമിറ്റഡ് പ്ലസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓപ്ഷൻ വരുന്നത്. അലോവീൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ലോ കിലോമീറ്റർ ആണ് ഈ വാഹനം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 2019 ആണെങ്കിൽ പോലും ഈ വാഹനം ലോ കിലോമീറ്റർ ആണ്. നമുക്ക് അഡീഷണൽ വാറണ്ടി കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണിത്. ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്ററിൽ തന്നെ നമുക്ക് ഇൻ്റർഗ്രേറ്റ് ചെയ്ത് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ, സൈഡ് മിററിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഫ്രണ്ടിൽ നമുക്കറിയാം പ്രീ ഫേസ് ലിഫ്റ്റാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കിടക്കുന്ന. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന 2021 മോഡലിൻ്റെ ഫ്രണ്ടല്ല വരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു 2020 മുമ്പുള്ള ഈ ഒരു ഫേസ് ആണ്. അപ്പോൾ അതിൻ്റെ DRL കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഒരു നല്ലൊരു ഹാലജൻ ടൈപ്പ് DRLൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ക്രോം ഒരു എലമെൻറ്റഡ് ആയിട്ടുള്ളൊരു എയർ ഡാം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് എന്താ പറയുക, ഓവറോൾ എല്ലാ ജീപ്പും കാണാനായിട്ട് ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് 2019 ആണ് ഈ ഒരു മോഡൽ വരുന്നത്. ഡീസലാണ് കേട്ടോ. ഡീസൽ മാനുവൽ ട്രാൻസ്മിഷനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തിൽ നമുക്ക് റിക്വസ്റ്റ് ബട്ടണും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതായത് കീലെസ് എൻട്രി നമുക്ക് ഈ വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വേരിയൻ്റ് നമ്മൾ ബാക്കിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കതിലൊരു ബാഡ്ജിങ് ആണ്. ലിമിറ്റഡ് പ്ലസ് ആണ് കേട്ടോ. ലിമിറ്റഡ് പ്ലസ് ആണ്. ഇൻറ്റീരിയറിൻ്റെ ഒരു ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. ഇൻറ്റീരിയർ ഒരു വൈറ്റ് ഇൻറ്റീരിയർ ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ചെറിയ സ്റ്റെയിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ലൊരു ഡീറ്റെയിലിംഗ് ഇതിനൊരു ആവശ്യമായിട്ടാണ്. പിന്നെ ഇതിന് പൻഡ്രോമിക് സൺറൂഫ് ഉണ്ട്. ലിമിറ്റഡ് പ്ലസ് ആണ്. അപ്പോൾ എല്ലാ ലിമിറ്റഡിനും സൺറൂഫ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ലിമിറ്റഡ് പ്ലസ് ആയതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് കീലെസ് എൻട്രിയാണ്. റിക്വസ്റ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫുള്ളി ഫങ്ഷണലാണ്. നമുക്കറിയാലോ ഇതിന് ഡോർ സ്റ്റെപ്പിൽ കാര്യങ്ങൾ ലോഗോ വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് ലിമിറ്റഡ് പ്ലസ് ആണ്. പിന്നെ നമുക്ക് സർട്ടിഫൈഡ് പ്രീ ഓൺഡ് ജീപ്പ് കോമേഴ്സ് ആണ്. പുതിയൊരു വാഹനം എടുക്കുന്ന ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇവിടുന്ന് വാഹനം പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഡ്യുവൽ സോൺ AC കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ് വരുന്നത്. അതായത് ഇത് കീലെസ് എൻട്രിയാണ് വരുന്നത്. പിന്നെ നമുക്ക് മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. പിന്നെ ഈ വാഹനം എത്ര ഓടിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് 24,964 കിലോമീറ്റർ. അതായത് അത്രയും കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം വലിപ്പമുണ്ട്. കാരണം സ്പോർട്ട് വേരിയൻറ്റിൽ വരുന്നതിനേക്കാളും അത്യാവശ്യം വലിപ്പമുള്ളൊരു 9 ഇഞ്ച് ഒരു 8 ഇഞ്ച് എബോവ് എന്തായാലും ആ ഒരു സ്ക്രീൻ സൈസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് AC കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒക്കെയാണ്. പിന്നെ ഓട്ടോമാറ്റിക് റിയർ വ്യൂ ഡിമ്മിങ് മിററാണ് ഇവിടെ വന്നിരിക്കുന്നത്. സെൻറ്റർ മിറർ വന്നിരിക്കുന്നത് ഓട്ടോ ഡിമ്മിങ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പവർ ബട്ടണും കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഒരു ടാബിന് തുല്യമാണ്. കാരണം ചില വാഹനങ്ങളുടെയൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന പല കൂടിയ വാഹനങ്ങളുടെ പോലും ഇത്രയും ഒരു ഫിനിഷിങ്ങിൽ നമുക്കൊരു മിറർ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമുക്ക് സൺറൂഫ് നമുക്കുണ്ട്. സൺറൂഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ഒരു ഫസ്റ്റ് ലെയർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. സാധാരണ നമ്മൾ വലിച്ചു തുറക്കേണ്ട സംഭവമാണ്. ഇത് അങ്ങ് വരെ പോകും കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടെ ഒന്ന് ഹോൾഡ് ചെയ്താൽ, അതായത് ഇതാണ് ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ടുള്ളത്. ആ ബ്ലൈൻഡ്സ് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്താൽ അങ്ങ് വരെ ഈ ഒരു വാഹനത്തിൻ്റെ സൺറൂഫ് ഓപ്പൺ ആവും. സോറി, പകുതി സൺറൂഫും പകുതി മൂൺ റൂഫും അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതൊരു 1 ടച്ചിൽ ഓപ്പണും ക്ലോസും ആവുന്നുണ്ട്.
അതൊക്കെ ഇതിൻ്റെ അകത്തിരുന്ന് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പക്ക ഒരു ഷെല്ലിൻ്റെ അകത്തിരുന്ന് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ജീപ്പ് കോമ്പസിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. കാരണം അത്രയും ഐസൊലേറ്റഡ് ആയിട്ടുള്ള അത്രയും ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ജീപ്പ് കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ജീപ്പ് കോമ്പസിൻ്റെ അകത്തിരുന്നിട്ട് നമ്മൾ ആ സൺറൂഫ് തുറക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 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 റിലീഫ് പോലെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ ആ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ഷെല്ല്, അതായത് നമ്മൾ ആ ഒരു അത്രയും സേഫ് ആയിട്ടുള്ളൊരു ഒരു ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഫീലും അതൊന്നും വേറെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഓക്സ് കുത്താനായിട്ടും അതുപോലെ തന്നെ USB പോയിന്റും വരുന്നുണ്ട്. 12 വോട്ടിൻ്റെ ഒരു ചാർജിങ് പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. ചെറിയൊരു മൊബൈൽ ഹോൾഡർ, അത് മൊബൈൽ വെർട്ടിക്കലി നമ്മളിവിടെ വെക്കണം. പിന്നെ നമ്മുടെ എമർജൻസി പാർക്ക് ബ്രേക്ക്, നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഇത് വാഹനം 100 കിലോമീറ്ററിൽ മേളിൽ ക്രൂസ് ചെയ്താൽ പോലും കോ പാസഞ്ചറിനടക്കം ഇത് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. പിന്നെ നമുക്കൊരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഒരു നോർമൽ ജീപ്പിനേക്കാളും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഇലക്ട്രിക്കലി, അതായത് സ്പോർട്ട് വേരിയൻറ്റിനേക്കാളും ഇതിന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഗിമിക് ഫീച്ചേഴ്സ്, കുറച്ച് സ്വിച്ചസിൻ്റെ എണ്ണം കൂടുതലുണ്ട്. അത് നമുക്ക് നോർമലി എന്താ ഇപ്പോൾ എല്ലാ വെഹിക്കിളിലും വരുന്നതാണ്. പിന്നെ കുറച്ചും കൂടെ ലൗഡായിട്ടുള്ള, കുറച്ചുകൂടെ വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വരുന്നതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പാണ് വരുന്നത്. ഇത് പ്രീ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഒരു ഇൻ്റർഗേറ്റ് ഡാഷ്ബോർഡുമായിട്ട് ഇൻ്റർഗേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇൻറ്റീരിയറാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ വരുന്നത് ശരിക്കും ഒരു ലെതർ റാപ്ഡ് ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇൻറ്റീരിയറാണ്. നമുക്ക് അടുത്ത വാഹനം ഫേസ് ലിഫ്റ്റ് പരിചയപ്പെടാൻ നമുക്ക് നോക്കാം. നമ്മൾ എന്തായാലും ഈ ചാനലിൽ ഫുള്ള് ജീപ്പ് കോമ്പസ് ഉണ്ട്. ഇത് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് കണ്ടാൽ മതി, നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 70 lakh ആണ്. 17 ലക്ഷമാണ് ഈ വാഹനത്തിൻ്റെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്. 24,964 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ലോ കിലോമീറ്റർ ജീപ്പ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഈ 17 ലക്ഷം എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളാണ്. ഡീസലാണ്. ഇതിൻ്റെ ഒരു ആവറേജ് മൈലേജ് ഇതിൽ കാണിക്കുന്നത്, സിറ്റി ഡ്രൈവിൽ കിട്ടുന്നത് 14 കിലോമീറ്ററാണ്. ഏകദേശം 20ൻ്റെ അടുത്തൊക്കെ മൈലേജ്, നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ അനുസരിച്ച് മൈലേജ് കിട്ടേണ്ട ഒരു വാഹനമാണ് ജീപ്പ് കോമ്പസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് നോർത്ത് ഇന്ത്യൻ ക്ലൈൻസിന് വേണ്ടി അല്ലെങ്കിൽ നോൺ മലയാളീസിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞേക്കാം. ദിസ് ഈസ് എ 2019 മോഡൽ ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് പ്ലസ്, and it's come with a panoramic sunroof, electrically adjustable seats for both co-passenger and the driver, and the asking price for the same is 70 lakh, and it's having driven only 24,964 kilometers. And if you want to buy this car, you can contact with the Pinnacle Jeep, or you can directly contact me also. The location Ernakulam district, Muttam. Pinnacle Jeep showroom, you can search in Google Pinnacle Jeep Muttam. And അടുത്തൊരു വീഡിയോ കാണുന്നത്, ദിസ് ഇസ് സക്രേസി signing off from Dream Capture.